ബിസിനസ് അല്ലേ, അത് ഒരാളുടെ ബിസിനസ് അല്ലേ. പക്ഷെ അവിടെ ഇതൊന്നും ഇല്ലാതെ വന്ന പാവപ്പെട്ടവരായ മത്സരാർത്ഥികളുണ്ട്. അവരാര് കൺസിഡർ ചെയ്യും? അവരോട് അത് പറയില്ല. അതെ, അതാണ് മോനെ, നീ എന്നെ കാർ തുപ്പിയിട്ട് നീ ചെയ്യുന്നത് തെറ്റല്ല, അനുഭവിക്കുന്ന ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, പിന്നെ നിനക്കത് ചെയ്യണമെന്ന് തോന്നിയത് ഒരാളാവാനും അല്ലെങ്കിൽ കാണിക്കാനും. ശരി, സോറി രേതേട്ടാ, ഞാൻ തുപ്പിയത് തെറ്റായി. ഇപ്പൊ എനിക്ക് അപ്പോഴത്തെ അനിമോൾക്ക് പി ആർ ഉണ്ടോ? അനിമോളുടെ പി ആർ അനിമോൾക്ക് പി ആർ ഉണ്ടോ പി ആർ ഇല്ലെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത് അവർ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, കുറെ പേര് പി ആർ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ടില്ലേ? അനിമോള് പറഞ്ഞു 16 ലക്ഷം രൂപയുടെ പി ആർ. അപ്പൊ ബിന്നി പറഞ്ഞു. അപ്പൊ അവരൊക്കെ അടുത്ത് നിന്ന് കണ്ടും കേട്ട് മനസ്സിലാക്കിയിട്ട് വന്നവരല്ലേ, അല്ലേ? അപ്പൊ അവര് പറയുന്നത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ പൈസ അനിമോള് ഞാൻ സ്റ്റാർ മാജിക്കിൽ എത്രയോ മാസങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, മനസ്സിലായോ? അനിമോള് എന്റെ നല്ല ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങള് സ്റ്റാർ മാജിക്കിന് ശേഷം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ അനിമോൾക്ക് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തിപരമായി എനിക്കറിയില്ല. അനീഷിന് പി ആർ ഉണ്ടെന്ന് കുറെ പേര് പറയുന്നു. അനീഷിന് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൊ പലർക്കും പി ആർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. പക്ഷെ പി ആർ ചെയ്യുന്നത് തെറ്റാണ്. അത് കാരണം പി ആർ ഇല്ലാതെ, പി ആർ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, ആ പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ട് വരുന്ന പൈസ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്തും ഇവരുടെ ഓരോ ക്ലിപ്പുകളെ പ്രൊമോട്ട് ചെയ്യും. ജനങ്ങൾ പി ആർ ആവട്ടെ, ആർമികൾ ഉണ്ടാവട്ടെ. ഞാൻ ആർമിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. DRK ആർമി ഏറ്റവും വലിയ ആർമി ആയിരുന്നല്ലോ, നിങ്ങളല്ലേ? DRK ആർമി തന്നെയല്ലേ ഓരോ സീസൺ കഴിയുമ്പോഴും ഡിവൈഡ് ചെയ്ത് പലതുമായി മാറിയത്, അല്ലെ? അവരിൽ കുറെ പേര് തന്നെയല്ലേ എന്നെ ഇപ്പൊ തെറി വിളിക്കുന്നതും എന്നെ ഇപ്പൊ സ്നേഹിക്കുന്നതും. അപ്പൊ എനിക്കതിൽ വിഷമമില്ല. അത് ഓരോ സീസൺ അങ്ങനെയാണ്. എനിക്ക് ശേഷം പ്രളയമൊന്നുമല്ല, അതിങ്ങനെ വരും. പക്ഷെ പി ആർ എന്ന് പറയുന്ന പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ഞാൻ ശക്തമായി എതിർക്കുന്നു. അത് ഈ വിജയങ്ങളെ എന്താ പറയാ, വില കുറച്ചേ കാണത്തുള്ളൂ. അതിന് ബിഗ് ബോസ് അധികാരികളും നിങ്ങൾക്കല്ലാതെ തന്നെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. ഇന്റർവ്യൂകളിലൂടെയും ഈ ഷോകളിലൂടെ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ കുറച്ച് പേര് മാത്രം. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അബൂബക്കർ ഇങ്ങോട്ട് ഒരു പോകുന്ന മത്സരാർത്ഥിയിൽ 5 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് അബൂബക്കർ എന്തോ ഒരു താരമായിട്ട് മാറിക്കൊണ്ട് ഒരാളിന് വേണ്ടി മാത്രം പമ്പ് ചെയ്ത് അയാൾ അവിടെ എന്ത് ചെയ്താലും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാക്കിയുള്ള നിങ്ങൾ പലരും സത്യസന്ധമായി ഓരോരുത്തരുടെയും കണ്ടന്റാണ് കൊടുക്കുന്നത്. അപ്പൊ അത് അബൂബക്കർ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ എനിക്കൊരു മടിയില്ല. അത് പിടിച്ചപ്പം ഇവിടെ എന്തോ പൊക്കിള് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനത്തിൽ ആര്യനെ അപ്പൊ അത് നോക്കിയിട്ട് എന്തോ ആക്ഷൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആര്യനെതിരെ ഇവിടെ ഞാൻ കണ്ട ഈ ഷോയിലെ മറ്റൊരു അധർമ്മം എന്ന് വെച്ചാൽ ചിലര് പർപ്പസീവായിട്ട് ആര്യനെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു. ജിസയിലും ആര്യനും കൂടെ ഒരു പുതപ്പിന്റെ അടിയിൽ കിടന്നുകൊണ്ട് എന്തോ കണ്ടു എന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ 2 പുതപ്പിന്റെ അടിയിലാണ് അവർ കിടന്നത്. അവരാരും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. ഞാൻ കണ്ടതാണ്. ഒരു ഡബിൾ ബെഡ്, ആ ബെഡിൽ ഒരു പുതപ്പിന്റെ അടിയിൽ ആര്യനും മറ്റൊരു പുതപ്പിന്റെ അടിയിൽ ജിസയിലും കിടക്കുമ്പോ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു, 100 കണക്കിന് ക്യാമറയുള്ള ഞങ്ങളാരും കണ്ടില്ല, ഈ ആള് മാത്രം പുതപ്പിന്റെ അടിയിൽ എന്തോ കണ്ടു എന്ന് പറഞ്ഞാൽ ഓരോ 2 കട്ടിലിന്റെ ഫ്രണ്ടിൽ സൈഡിലായി മുകളിലായിട്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ടാകും, അവിടെ ഒരു ക്യാമറയാണ്. പ്രത്യേകിച്ച് ആണും പെണ്ണും മത്സരാർത്ഥികൾ ഒരുമിച്ച് വന്നിരിക്കുകയാണെങ്കിൽ ഈ ക്യാമറകൾ കൃത്യമായിട്ട് 2 പേര് ഒരുമിച്ചിട്ട് ക്യാമറ ഉടനെ ഫോക്കസ് ചെയ്യും, അവിടെ നിന്നൊരു ക്യാമറ ഫോക്കസ് ചെയ്യും. അപ്പൊ ഇത്രയും ക്യാമറ 2 പേര് കിടന്നുറങ്ങുമ്പോൾ കൃത്യമായി ഫോക്കസ് ചെയ്യും. അവർ 2 പുതപ്പിന്റെ അടിയിലായിരുന്നു. പക്ഷെ തെറ്റിദ്ധരിപ്പിച്ച് എന്താണ്, ആര്യനെ അങ്ങനെ മോശമാക്കി. പിന്നെ അടുത്ത ഏതോ ഒരു ഗെയിം കളിച്ചപ്പോഴത്തേക്കും കൈ ഇങ്ങനെ ആരുടെ പൊക്കി പിടിച്ചപ്പം ഇവിടെ എന്തോ പൊക്കിള് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനത്തിൽ ആര്യനെ അപ്പൊ അത് നോക്കിയിട്ട് എന്തോ ആക്ഷൻ അങ്ങനെ അക്ബറിനെ കുറിച്ച് ചോദിച്ചില്ല. ഞാൻ അക്ബറിന് ഈ നെവിനും അക്ബറും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ എത്തിച്ചേരണമെന്നാണ് ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം മനസ്സിലുള്ളത്. കാരണം അക്ബറിനെയും ഇതുപോലെ തന്നെ ആദ്യം തൊട്ടേ തെറ്റിദ്ധരിപ്പിക്കലാണ്, ഉഡായിപ്പാണ്, അല്ലെങ്കിൽ സൂത്രക്കാരാണ്, കുത്തിത്തിരിപ്പാണ്. അക്ബർ എന്ത് കുത്തിത്തിരിപ്പാണ് അവിടെ കാണിച്ചതെന്ന് ഇത്രയും ദിവസം വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ട ആളിനെ എനിക്ക് മനസ്സിലായി. അക്ബർ പക്ഷെ നല്ല മൈൻഡ് ഗെയിമറാണ്. അക്ബർ പുറത്തിരുന്ന് ഇപ്പൊ അവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് അതാ സംഭവം നടക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും ആലോചിക്കുക. എന്റെ കുഞ്ഞമ്മയുടെ മോനാണ് നീ എനിക്ക് വേണ്ടി വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ നീ എന്നെ പലപ്പോഴും കീറി ഒട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അതുണ്ടാവും. എന്നെ സംബന്ധിച്ച് വോട്ട് കിട്ടുന്നവരല്ലേ ജയിക്കുക, അപ്പൊ അനുമോള് ജയിക്കൂ. അനുമോക്കല്ലടോ ഇത്രയും സപ്പോർട്ട് നീ പറഞ്ഞത്. ഞാനും അനുമോളുടെ ആളും അനീഷിന്റെ ആളും ഒക്കെയാണ്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ വിന്നർ ആവേണ്ടത് നെവിനാണ്. സാബുമാനെ ചോദിക്കട്ടെ, സാബുമോൻ കാരണം പലരും പുറത്തു പോയെന്ന് പറയുന്നത് എന്താണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്? സാബുമോൻ എന്ന് പറയുന്നത് ഞാൻ പറയാം, സാബുമാൻ എന്ന് പറയുന്ന പയ്യൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല.
പക്ഷെ നല്ല ഗെയിമേഴ്സ് ഒക്കെ പുറത്തു പോയി 1000 അടക്കം. സാബുമാൻ ആർക്കും ദോഷം ചെയ്യുന്നു. നല്ല ഗെയിം നെവിനടക്കം പറഞ്ഞ അവിടെ ഞാൻ ചോദിക്കട്ടെ, എല്ലാം ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു ബഹളം ഇല്ലാത്ത ഒരുത്തൻ ഉണ്ടാവുമ്പോ അവൻ അവിടെ വീടിന്റെ ഒരു ഐശ്വര്യം തന്നെയല്ലേ? പക്ഷെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന നെവിൻ തന്നെ പറഞ്ഞ പുള്ളി ഒരു നാരദനാണ്, എല്ലാവരും അപ്പുറം ഇപ്പുറം ഉള്ളത് പറഞ്ഞ് കുറ്റം പറയുന്നത്. അത് ഈ അടുത്ത കാലത്തായിട്ട് പുള്ളിയുടെ ഡയലോഗിൽ മാറ്റം വരുന്നുണ്ട്. ഒരാഴ്ചയായിട്ട്. ഈ ഒരാഴ്ചയായിട്ട് പുള്ളിയുടെ ഡയലോഗിൽ മാറ്റം വരുന്നുണ്ട്. കാരണം പുള്ളി പതുക്കെ എന്ത് ചെയ്യുന്നു, പിടിച്ചു നോക്കുകയാണ് പറ്റുമോ എന്ന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അനിമോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, അക്ബർ ചോറുണ്ടാക്കി ബാക്കി വെച്ചത് എങ്ങനെയാണ് ബാക്കി വന്നത്? മറ്റു പലരും കഴിക്കാതിരുന്നപ്പോഴാണ് ബാക്കി വന്നത് അല്ലെ? എന്നിട്ട് അനിമോൾ ആ പാത്രം തൂക്കിയെടുത്ത് ലാലേട്ടന്റെ മുമ്പ് കൊണ്ടുവന്ന് കാണിച്ചില്ലേ? എന്നാൽ അതുപോലെ ഇപ്പൊ അനിമോൾ ചോറിട്ടപ്പോഴത്തേക്കോ ബാക്കി വന്നു അല്ലെ? പറയട്ടെ അനിമോള് ചോറ് വെച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പറയട്ടെ അനിമോള് ചോറ് വെച്ചപ്പോ ചോറിന് ബാക്കി വന്നു. ഈ ബാക്കി വന്നത് കൊണ്ട് ഞാൻ അനിമോളെന്ന് പറയാൻ കാരണം പറഞ്ഞുതരാം. അനിമോളോട് ഇവര് ചോദിച്ചപ്പോ പറഞ്ഞു അത് അരിയിട്ടത് സാബുമാനാണെന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പൊ സാബുമാനോട് ചോദിച്ചപ്പോ സാബുമാൻ തന്നെ ചോദിച്ചു ഞാനാണ് അരിയിട്ടത്. അപ്പൊ പറഞ്ഞു ആദിലയാണ് അരിയിട്ടതെന്ന്. അപ്പൊ നീ പറഞ്ഞു ആദില ഇട്ടു എന്ന് പറഞ്ഞു. ആദില എന്താ പറഞ്ഞത്? 4.5 നാഴി അരി ഇടാൻ അനുമോള് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിൽ 4.5 നാഴി അരി ഇട്ടത്. അപ്പം യഥാർത്ഥത്തിൽ അരി ഇട്ടതാണെങ്കിൽ അരി ഇടിപ്പിച്ച ആളാര്? അപ്പൊ അത് പറയില്ല, അത് നീ പറയില്ല. അതാണ് പറഞ്ഞത്. നീ ആളിനെ ഇടിക്കാൻ കാരണം എന്താ? അത് രജിത്തേട്ടൻ പറഞ്ഞിട്ടാണ് ഇടിച്ചത്. അപ്പൊ പറഞ്ഞ ഞാനല്ലേ തെറ്റിയത്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? പാത്രത്തിൽ അധികം ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ പാത്രത്തിൽ അധികം ചോറ് വന്നാൽ ഇവരുടെ തലയിൽ കുറ്റം പോകും. പക്ഷെ എല്ലാവരും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ഈ പാത്രം കഴുകി വെക്കാം. അപ്പൊ അരിയിട്ട ആളെന്താവും? കേമനും കേമിയും ആവും. പാത്രത്തിൽ വന്ന ചോറുകൾ കൊണ്ട് കളയുമ്പോൾ നമുക്ക് കുറ്റം എന്ത് പറയാം? അവന്മാര് കഴിക്കാതെ കൊണ്ട് കളഞ്ഞത് കൊണ്ടാണ് അത് ബാക്കി വന്നത്. ഈക്വലായിട്ട് ഇടാൻ പറ്റത്തില്ല, ഈക്വലായിട്ട് ചോറിടാൻ പറ്റത്തില്ല. ചോറ് എങ്ങനെ പറ്റത്തുള്ളൂ? അവരവർ കഴിക്കുന്ന ചോറിന് അവരവർ കോരിക്കോട്ടെ, അല്ലെങ്കിൽ അത് ചെറുതായിട്ട് വേണം. ഈ ആദിൽ കൺഫെഷൻ റൂമിലുമായിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തു വന്നതെന്ന് പറയുന്നത്. അവര് വിളിക്കിറങ്ങിയാനെ വലിയ കഴിക്കാനേ വേറെ അല്ല, അതിനുശേഷമാണ് അവർ ഭയങ്കരമായിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ടോയ്ലറ്റിൽ പോയായിരിക്കും, അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയതായിരിക്കും. ആദിലേക്ക് അല്ല, അങ്ങനെ ബിഗ് ബോസ് വിളിച്ച് അനുമോൾ ബിഗ് ബോസ് ഫേക്ക് ആണെന്നാണ് സാറ് പറഞ്ഞത്. ഈ അനുമോൾ ഫേക്ക് എന്നല്ല, ഈ പറയാ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നുണ്ട്, കള്ളങ്ങൾ പറയുന്നുണ്ട്. അനുമോൾ ഒരു കാര്യം ചെയ്താൽ എല്ലാം കറക്റ്റ് ആവും. സോറി, ഇന്ന് തെറ്റുകൾ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് പറ്റിയ തെറ്റാണ്, എനിക്ക് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അനുമോളോടൊപ്പം തന്നെ നിന്നേനെ. മനുഷ്യനാകുമ്പോ തെറ്റ് പറ്റും, അതിനൊരു സോറി പറഞ്ഞൂടെ? അതിനൊരു അത് പറയില്ല. അതെ, അല്ല അനുമോളുടെ വീട് ചിലപ്പോൾ അതാണ് മോനെ, നീ എന്നെ കാർ തുപ്പിയിട്ട് നീ ചെയ്യുന്നത് തെറ്റല്ല, അനുഭവിക്കുന്ന ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, പിന്നെ നിനക്കത് ചെയ്യണമെന്ന് തോന്നിയത് ഒരാളാവാനും അല്ലെങ്കിൽ കാണിക്കാനും. ശരി, സോറി രേതേട്ടാ, ഞാൻ തുപ്പിയത് തെറ്റായി, ഇപ്പൊ എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. ദേഷ്യത്തിൽ പലരും ചെയ്യൂടാ, മനഃപൂർവ്വമായിട്ട് ആരും ചെയ്യില്ല. അപ്പൊ സോറി പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, അഖിൽമാരായുടെ സീസണിൽ ശോഭയും അഖിൽമാരാരുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് ശോഭ അത് ക്ഷമിച്ചില്ലേ? ക്ഷമ എന്ന് പറയുന്നത് വലുതാണ്. ആ ക്ഷമിക്കാനുള്ള മനസ്സ് മാത്രം മതി. പാവം ആര്യൻ ഒരു സുന്ദരനും സ്മാർട്ടും ആയതുകൊണ്ട്, നല്ല ഗെയിമർ ആയതുകൊണ്ട് ആര്യനെ എന്ത് ചെയ്തു? ആര്യനെ വളരെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു. മനസ്സിലായോ? ആര്യൻ എന്റെ കുഞ്ഞമ്മയുടെ മോനോ എന്റെ ചിറ്റപ്പന്റെ മക്കളോ ഒന്നും അല്ല. അവന് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തു. അവനോട് കാണിച്ചത് അനീതിയാണ്. നല്ലൊരു ഗെയിമറാണ്, നല്ല ഏറ്റവും നന്നായി കളിച്ചുകൊണ്ടിരുന്നവനാണ്. പക്ഷെ അവിടെ എന്ത് പറ്റി? എനിക്ക് ഒരു കാര്യമേ ഞാൻ ആര്യനിൽ നിന്ന് മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, നെവിൻ പോയി വെള്ളം തെളിക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പ് ആര്യനായിട്ട് ആണ് പോയി ചൊറിഞ്ഞ് ഉറങ്ങിക്കിടന്ന അനുമോളെ വിളിച്ചുണർത്തിയത്. നെവിൻ ഇത് പറയുന്ന സമയത്ത് ആര്യൻ ലാലേട്ടന്റെ മുമ്പ് വെച്ച് പറയാമായിരുന്നു, ലാലേട്ട ഞാനാണ് ചുരണ്ടി വിളിച്ചത്, ഉറങ്ങുന്ന അനുവിനെ ഞാനാണ് ചുരണ്ടി വിളിച്ചതെന്ന് ഒന്ന് സത്യസന്ധമായിട്ട് ഇത് പറയാമായിരുന്നുവെങ്കിൽ നെവിൻ ഇത്രയും കള്ളനാകില്ലായിരുന്നു, ഇത്രയും ക്രൂശിക്കപ്പെടില്ലായിരുന്നു. നെവിന് മണി ബോക്സ് എടുക്കാനോ കളിക്ക് പാടില്ല എന്ന് പറയത്തില്ലായിരുന്നു. അത് നെവിനോട് കാണിച്ച അധർമ്മമാണ്. അവിടെ ഞാൻ ആര്യനെ ഉപേക്ഷിച്ചു, ഞാൻ അടുത്ത ആളിലോട്ട് പോയി. ആരാണോ ഇങ്ങനെ അധർമ്മം കാണിക്കുന്നത് അവരിൽ നിന്ന് ഞാൻ മാറിപ്പോയി. അത്രേ ഉള്ളൂ സംഭവം, അല്ലാതെ വേറെ ഒന്നുമില്ല. വ്യക്തി വൈരാഗ്യങ്ങളില്ല. അവസാനം വരെ എല്ലാരോടും കമ്പനി കൂടി, ഒരു PR വർക്കും ഇല്ലാതെ എന്റർടൈൻമെന്റോട് കൂടി എല്ലാരോടും കമ്പനി കൂടിയിട്ട്, എന്നിട്ട് ഒറ്റയ്ക്ക് സ്വന്തമായി കളിച്ചുകൊണ്ട് എല്ലാ ഗെയിമുകളിലും പങ്കെടുത്ത് റിസ്കുകൾ എടുത്ത് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോയ ആരാണ് ഇതിനകത്ത് മുമ്പിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് നെവിനെന്നേ പറയത്തുള്ളൂ.
ഷാനവാസ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ മീശയൊക്കെ ചുരുട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി വരാൻ കുറെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ നാച്ചുറൽ ആയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പൊ അസുഖമായിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പുള്ളി നാച്ചുറൽ ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ഇടയ്ക്ക് കാണാലോ ഒരു മസിലൊക്കെ പിടിച്ചിട്ട് ഒരു ആക്ടിങ് ഫീൽഡ് പോലെ പോയതായിട്ട് എനിക്ക് ഫീൽ. ആ ഹാർട്ട് അറ്റാക്ക് ഫേക്കാന്നൊക്കെ എന്താ തോന്നുന്നത് കണ്ടിട്ട്? മോനെ ഹാർട്ട് അറ്റാക്ക് പാലിന്റെ കവർ വന്ന് തട്ടിയില്ലെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം. നീ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം. എപ്പോ വേണോ ഹാർട്ട് അറ്റാക്ക് വരാം. ഈ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കയ്യിലൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ പോലും വിചാരിക്കാത്ത അദൃശ്യമായ ഒരു ശക്തിയുടെ പ്രവർത്തനത്തിലാണ്. ഈ വലിച്ചു കയറ്റുന്നത് ഈ ഇറക്കി വിടുന്നത് മാത്രമേ നമ്മുടെ ഉള്ളൂ. അത് എപ്പോ നിൽക്കുവോ അപ്പൊ സാധനങ്ങൾ തീരും അല്ലേ. പക്ഷെ അതും നെവിന്റെ തലയിലാണ് വന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നെവിൻ ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പ്രമാണമുണ്ട്. അപ്പൊ അവൻ എന്തായിരിക്കുന്നത്? അവന് സൗന്ദര്യമില്ല, അവനൊരു ബൾക്കിയാണ്, അവൻ ബോഡി നോക്കാറില്ല, അവൻ മുടി വളർത്തിയിട്ടിട്ടുണ്ട്, അവൻ ഡാൻസ് കളിക്കുന്നു, അവൻ എല്ലാരും കുഴയുന്നു, അവൻ കമ്പനി കൂടുന്നു, എല്ലാവരുടെ ഇടയിൽ കയറിയിരിക്കുന്നു. ഛേ മോശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ ഡീമോറലൈസ് ചെയ്ത് ചിത്രീകരിക്കുന്ന കുറച്ചു പേരുണ്ട്. പിന്നെ ഈ PR വർക്ക് ചെയ്യുന്നവർക്ക് ഇവനെ ഒതുക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ നെവിൻ അതിനെ ഇങ്ങനെ അനാവശ്യങ്ങൾ പറയും. കാരണം അവർക്ക് ജയിക്കേണ്ടത് മറ്റേ പെയ്ഡ് പ്രൊമോഷൻ പൈസ കൊടുത്തിട്ട് പോയവരെ വിജയിപ്പിക്കാൻ അവർ തത്രപ്പാടെടുക്കുമ്പോൾ നെവിൻ കയറി വരാതിരിക്കാൻ പലരും നോക്കും.